നമ്മുടെ പേര് വിളിച്ചിങ്ങോട്ട് ഇറങ്ങാനാ പറഞ്ഞത്. ചെസ് നമ്പർ കുത്താതെ ഞാൻ എന്തായാലും വരും. ഇത് കലോത്സവമല്ല ചെസ് നമ്പർ കുത്താനായിട്ട് ഇങ്ങോട്ട് ഇറങ്ങാനാ പറഞ്ഞത്. ഞാൻ അന്നേരമേ പറഞ്ഞ ഈ കുന്ത്രാണ്ട് ഒന്ന് വലിച്ചു കയറ്റി ഇട്ടുകൊണ്ട് വരണ്ടാന്ന്. നമുക്ക് വല്ല ഡാൻസും കളിച്ചാൽ പോരായിരുന്നു. എല്ലാവരും ഡാൻസ് കളിക്കുന്നത്, അതിന് പകരം ഇതിൽ വെറൈറ്റി ആയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യണ്ടായിരുന്നോ? എനിക്ക് ആ ടെൻഷനാണ്. ഞാൻ അവരെന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്താ പറയും? അതമ്മ പേടിക്കണ്ട. ഞാൻ പറയുന്ന പോലെ എല്ലാം ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഞാൻ പറയുന്ന പോലെ തന്നെ പറഞ്ഞാൽ മതി. അതായത് പാറേപ്പള്ളി ധ്യാനത്തിന് പോയെന്ന് മാത്രം പറഞ്ഞാൽ മതി. അവരെന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ പറയുള്ളൂ കേട്ടോ. അതിന് നമ്മൾ ധ്യാനത്തിന് പോയിട്ടില്ലല്ലോ. ധ്യാനത്തിന് പോയിട്ടില്ലെങ്കിലും പോയെന്നേ പറയാവുള്ളൂ. സെറ്റല്ലേ? സെറ്റ്. വരുണേട്ടാ, വരുണേട്ടാ, അയ്യോ എന്റെ വരുണേട്ടനെ കണ്ടോ? എന്റെ വരുണേട്ടൻ എവിടെ പോയി? അയ്യോ എന്റെ കുഞ്ഞിന്റെ അരുണേട്ടൻ എന്തിയേ? എന്റെ കുഞ്ഞിന്റെ അരുണേട്ടനെ ഒന്ന് കാണിച്ചു കൊടുക്കണേ. അരുണേട്ടാ, അരുണേട്ടാ നമ്മുടെ കോർഡിനേറ്റർ അരുണ്. അത് റിയാലിറ്റി, ഇത് ഡ്രാമ. ഇങ്ങോട്ട് വാ. ഞാൻ പറഞ്ഞില്ലായിരുന്നു എന്റെ ബോയ് ഫ്രണ്ട് ആണെന്ന്. വരുൺ ഇങ്ങോട്ട് വാ. റാണി ചേച്ചി, എന്റെ വരുണേട്ടനെ കണ്ടോ? സത്യം പറ, എന്റെ വരുണേട്ടൻ ജീവനോടെ ഉണ്ടോ? സത്യം പറ. എന്റെ കുഞ്ഞിന്റെ വരുണേട്ടനെ ഒന്ന് കാണിച്ചു കൊടുക്ക് റാണി ചേച്ചി. ഇത്ര ഓവർ ആക്ടിങ് വേണ്ട കേട്ടോ. അത് പോട്ടെ, വരുണേട്ടൻ പോട്ടെ, ഞാൻ ക്ഷമിക്കാം. പക്ഷെ വരുൺ കൊണ്ടുപോയി എന്റെ മഞ്ഞക്കാർ അതെങ്കിലും ഒന്ന് തിരിച്ചു താ ചേച്ചി. നിനക്ക് എപ്പോഴും അടി മഞ്ഞക്കാറുള്ളത്? മഞ്ഞക്കാറില്ല, നമ്മുടെ ചുമന്ന കാറാ. പക്ഷെ മഞ്ഞേനെ പറയുള്ളൂ ഇവിടെ. മഞ്ഞക്കാർ എവിടെ പറ ചേച്ചി. അതും പറയൂല. അതും പോട്ടെ, എന്നാ ഞാൻ മരുന്നിട്ട് കൊടുത്ത ആ മോതിരം അതെങ്കിലും ഒന്ന് തിരിച്ചതാ. സത്യം ചേച്ചി, എന്റെ കുഞ്ഞിന്റെ 1.5 പവന്റെ മോതിരമാ ചേച്ചി അവനിട്ട് കൊടുത്തത്. ചേച്ചി അസ്ഥിയിലേ ആ മോതിരം ഉണ്ടെങ്കിൽ ഒന്ന് തിരിച്ചു തരാം. ആ ജോർജ് കുട്ടിച്ചാനോട് ഒന്ന് പറയാമോ ചേച്ചി? കൊളവാക്കണ്ട കേട്ടോ. അതും പോട്ടെ, അതും പോട്ടെ, എല്ലാം ക്ഷമിക്കാം.